നമുക്കറിയാലോ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങള് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങള് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങള് മഹാനരുടെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായി ഞങ്ങൾ അല്ലാഹു സലാമത്താക്കട്ടെ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഖൈറായ മഴയും വെള്ളവും അല്ലാഹു നൽകട്ടെ. ഈമാനും ഹിദായത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. മഹാനായ പാണക്കാട്ട് പൂമുത്ത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മഹാനായ വൈസ് പ്രസിഡന്റ് മരിച്ചുപോയ പാണക്കാട്ട് ഉമർ അലി ശിഹാബ് തങ്ങള് വലിയ മഹാന ഇശാ നമസ്കരിക്കാൻ ഉളവെടുക്കുന്നു, ഇശാ നമസ്കരിക്കുന്നു. ഇശാ നമസ്കാരത്തിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു. അപ്പ അവിടെ കടന്നു വന്ന എന്റെ ജ്യേഷ്ഠനായ മൂത്ത സഹോദരനായ പാണക്കാട്ട് വലിയ തങ്ങള് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് പറയുന്നു, തങ്ങളെ ഞാനിതാ ഉളവെടുത്തു, ഇശാ നമസ്കരിച്ചോ, സുന്നത്തും നമസ്കരിച്ചോ, ഞാൻ ഈ ബെഡിലിരിക്കുകയാ, തങ്ങള് എന്നെ ഒന്ന് മന്ത്രിക്കണേ. തന്റെ ജ്യേഷ്ഠനായ മൂത്തവരായ പാണക്കാട്ട് വലിയ തങ്ങള് ഔലിയാകാൻ വേണ്ടിയിട്ട് മാത്രം 3 കൊല്ലം ഈജിപ്തിന് പോയി പഠിച്ച മഹാനായ പാണക്കാട്ട് വലിയ തങ്ങള് തന്റെ ജ്യേഷ്ഠനായ വലിയ തങ്ങളോട് മഹാനായ ഉമർ അലി തങ്ങള് പറഞ്ഞു, തങ്ങളെ ഒന്ന് മന്ത്രിക്കണേ, എന്റെ തലയിലൊന്ന് ഓതണേ. തങ്ങള് മന്ത്രിച്ചു, ഊതി ഒരുപാട് സമയം കഴിഞ്ഞപ്പോ ഇശാ നമസ്കാരത്തിനടുത്ത ഉദോടുകൂടി മഹാനായ പാണക്കാട്ട് പൂമുത്ത് ഉമർ അലി ശിഹാബ് തങ്ങളെന്ന മഹാനായ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയി. ആ മഹാനായ ഉമർ അലി തങ്ങളുടെ അടുക്കലേക്ക് പിണങ്ങോട് അബൂബക്കർ സാഹിബിന്റെ നേതൃത്വത്തിലായി ഒരു കൂട്ടം ജനങ്ങളതാ, അതല്ലെങ്കിൽ പിണങ്ങോട് അബൂബക്കർ സാഹിബിന്റെ നാടായ വയനാട്ടിലെ ഒരു കുഗ്രാമത്തിലെ ജനങ്ങള് അവിടുന്ന് മഹാനായ പാണക്കാട്ട് തങ്ങളോട് വന്നിട്ട് പറയുകയാ, ഉമർ അലി ശിഹാബ് തങ്ങളോട് പറയുകയാ, തങ്ങളെ ഞങ്ങളെ പള്ളിക്ക് ഉളവെടുക്കാന് വെള്ളമില്ല, കുളിക്കാന് വെള്ളമില്ല, വല്ലാത്ത കഷ്ടപ്പാടില്ല. അതുകൊണ്ട് ഞങ്ങള് കിണർ പിടിച്ചോ, വെള്ളം കാണുന്നില്ല. ഒരുപാട് കോല് താന്നിട്ടുണ്ട് കിണറ്, ഒരുപാട് അടിയോളം പോയിട്ടുണ്ട്, വെള്ളത്തിന്റെ പസ പോലും കാണാനില്ല തങ്ങള്. എന്നാ ജനങ്ങള് വയനാട്ടുകാര് പാണക്കാട് വന്നിട്ട് ഉമർ അലി ശിഹാബ് തങ്ങളോട് പറഞ്ഞപ്പോ ഉമർ അലി ശിഹാബ് തങ്ങൾ അവരോട് പറഞ്ഞത്, ബേജാറാകണ്ട, അവിടെ ഒരു ഓടിന്റെ കഷ്ടമുണ്ട്. ഓട് കഷ്ടം മനസ്സിലായില്ലേ? ഓടിന് ഓടുന്ന തന്നെ ചെന്ന നാടെന്നല്ല, അല്ല ഓടുന്നല്ലേ. ആ ഓടിന്റെ കഷ്ടം കൊണ്ടുവരൂ. മഹാനായ പാണക്കാട് തങ്ങള് എന്റെ വീടിന്റെ മുറ്റത്ത് ചാടിയിരിക്കുന്ന ഓടിന്റെ കഷ്ടം, ചുവന്ന ഓടിന്റെ കഷ്ടം കൊണ്ടുവരാൻ പറഞ്ഞു. വയനാട്ടുകാർ കൊണ്ടുവന്നു കൊടുത്തു. മഹാനായ തങ്ങള് മന്ത്രിച്ചു, ഓതി ഊതുന്നു. എന്നിട്ട് ആ ജനങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാ, നാട്ടുകാരെ ബേജാറാവണ്ട, വിഷമിക്കണ്ട, നിങ്ങളെല്ലാം കൈവിടില്ല. ഞാൻ ഈ മന്ത്രിച്ച ഓടിന്റെ കഷ്ണം അതാ നിങ്ങൾ കൊണ്ടുപോയിട്ട് കിണറിലേക്ക് ഇടണോ, എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ പോകണോ. രാവിലെ അല്ലാണ്ട് കിണറിന്റെ ഭാഗത്ത് പോകല്ലേ. മഹാനായ പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങളും ചുരുക്കുകയാണ് നിർത്തുന്നില്ല. സമയത്തിന്റെ പരാതിയുണ്ട്, പരിമിതിയുണ്ട്. ഉമർ അലി ശിഹാബ് തങ്ങൾ മന്ത്രിച്ചു കൊടുത്ത ഓടിന്റെ കഷ്ടവുമായി ആ നാട്ടുകാർ അവരുടെ പള്ളിമുറ്റത്ത് തോണ്ടിയതായ കിണറിന്റെ മുമ്പിലെത്തുന്നു. എന്നിട്ട് ആ ഓടിന്റെ കഷ്ടം കിണറിലേക്ക് ഇടുകയാണ്. ഒരുപാട് താഴ്ചയുള്ള, ഒരുപാട് കോലുതാന, ഒരുപാട് അടിയുള്ള, വെള്ളത്തിന്റെ പസ പോലും കാണാനില്ലാത്ത ആ കിണറിലേക്ക് ഓടിന്റെ കഷ്ടം അവർ ഇടുന്നു. എന്നിട്ട് ആ നാട്ടുകാർ മടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. പിറ്റേന്ന് സുബ്ഹിക്ക് പള്ളി മിനാരത്ത് നിന്ന് ബാങ്ക് കൊടുത്തു. അസ്സലാത്തു ഖൈറും മിനൻ നൗം. നാടുണർന്നു, നാട്ടുകാരുണർന്നു, ഉസ്താദുമാരുണർന്നു. എല്ലാവരും പള്ളിയിലെത്തുകയാ. അവിടെയുള്ള ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇമാം ജമാഅത്തായി സുബ്ഹി നമസ്കരിക്കുന്നു.
എല്ലാം കഴിഞ്ഞ് പ്രധാനപ്പെട്ട ചില ആൾക്കാരതാ വെളിപൊട്ടുന്ന നേരം, സുബഹിയാകുന്ന നേരം, സൂര്യനതാ ഉദിക്കുന്ന സമയമാകുമ്പോ അവിടെയുള്ള കിണറിന്റെ മുറ്റത്തേക്ക് വരുന്നു. പാണക്കാട്ടതങ്ങളെ മന്ത്രിച്ചിട്ടതായ ഓടിന്റെ കഷ്ണം ഏറ്റതായ കിണറിന്റെ മുറ്റത്ത് വന്ന് ആ ജനങ്ങൾ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, 7 കോലോളം വെള്ളം പൊന്തിയിരിക്കുന്നു. ഇന്നും അതേ വെള്ളമാ. മുസ്തഫായ നബി തങ്ങള് യഥാർത്ഥ അനന്തരാവകാശി ഇവരല്ലെങ്കിൽ പൊന്നാര നബി തങ്ങള് യഥാർത്ഥ പാത സ്വീകരിച്ചത് സമസ്തയുടെ ഉലമാക്കളല്ലെങ്കിൽ പൊന്നാര നബി കള്ള കൊടുത്ത മോജിസത്ത് അത് കറാമത്തായിട്ടല്ല കൊടുത്തത് സമസ്തയുടെ ഉലമാ